ശ്രീ പിണറായി വിജയന്റെ മകളും മുൻ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന്റെ ധർമ്മപത്നിയുമായ വീണ റിയാസിനെ ED 8 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയുണ്ടായി. എല്ലാവരും, കേരളത്തിലെ മുഴുവൻ ജനതയും ഉറ്റുനോക്കുന്നത് ഈ കേസിൽ ഇനി എന്ത് സംഭവിക്കും എന്നാണ്. ഈ കേസില് നമ്മള് പല ചാനലുകളും ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് വിട്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ED ഒരിക്കലും വിട്ടുപോകാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. CMRൽ നിന്ന് ശ്രീമതി വീണ വിജയൻ, കാര്യം നമ്മളെ മീഡിയ ചർച്ച ചെയ്യുന്നത് CMRൽ നിന്ന് വീണ വിജയൻ പ്രതിഫലം സർവീസ് ഒന്നും കൊടുക്കാതെ പ്രതിഫലം കൈപ്പറ്റി എന്നുള്ളതാണ്. അത് ഒരു ക്രൈമല്ല. നമ്മൾ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിച്ചു എന്ന് പറയുന്നത് ഒരു ക്രൈമല്ല. യഥാർത്ഥത്തിൽ ക്രൈം നടന്നിരിക്കുന്നത് അതിന് ശേഷമാണ്. അതിനെ പറ്റിയിട്ട് ഉള്ള അന്വേഷണം നമ്മൾ വളരെ താത്വികമായിട്ട് പലരും ഒഴിവാക്കിയിട്ടുണ്ട്. ED അന്വേഷിക്കുന്ന ഒരു കാര്യം, ഈ കിട്ടിയ 2.5 കോടി 2.7 കോടി പിന്നെ ഒരു 50 ലക്ഷവും കൂടെ ചേർത്തിട്ട് 3.2 കോടി രൂപ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ 140ഓളം ചോദ്യങ്ങളിൽ ശ്രീമതി വീണ റിയാസിനോട് ED ചോദിച്ചപ്പോഴത്തേക്ക് പലതിനും അറിവില്ല, ഓർമ്മയില്ല, അന്നുണ്ടായിരുന്ന സ്റ്റാഫിന് മാത്രമേ അറിയാവുള്ളൂ എന്നുള്ള വളരെ ക്ലവർ ആയിട്ടുള്ള മറുപടിയാണ് ശ്രീമതി വീണ റിയാസ് EDക്ക് കൊടുത്തത്. പക്ഷെ EDക്ക് കൃത്യമായിട്ട് അറിയേണ്ട മറ്റൊരു വിവരമുണ്ട്. ആ വിവരം ശ്രീമതി വീണ റിയാസിന് നല്ലവണ്ണം അറിയാം. ഈ 3.2 കോടി രൂപ എങ്ങോട്ട് പോയി എന്ന്. എന്തായാലും ഈ 3.2 കോടി രൂപ ആവിയായിട്ട് പോവില്ലല്ലോ. എന്തായാലും ഭക്ഷണം കഴിച്ച് തീർന്നിട്ടുണ്ടാവും. അപ്പോ 2-3 കാര്യങ്ങളാണ് ഇതിന് സംഭവിക്കാനിടയുണ്ടാവും. ഒന്ന്, സ്വർണമോ ഉരുപ്പൊടിയോ വാങ്ങിച്ച് ലോക്കറിൽ സൂക്ഷിക്കാൻ സാധിക്കും ഇത്രയും രൂപ. അത് ലോക്കറുകൾ ED പരിശോധിക്കുകയാണ്. ലോക്കറുകളിലുള്ള സാധന സാമഗ്രികൾ ഉണ്ടെങ്കിൽ, കണ്ടുകെട്ടത്തക്ക രീതിയിലുള്ള സാധന സാമഗ്രികൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുകെട്ടും. വസ്തുക്കളോ വീടുകളോ വാങ്ങിച്ചിട്ടുണ്ടോ, മറ്റു പ്രോപ്പർട്ടികളോ വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു സാധ്യത. അങ്ങനെയെങ്കിൽ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ബിനാമിയായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കണ്ടുകെട്ടാനുള്ള പ്രൊവിഷൻ EDക്കുണ്ട്. ED ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ശരിയാണ്. ലോക്കറിൽ നിന്ന് കാര്യമായിട്ടൊന്നും കണ്ടെടുത്തിട്ടില്ല, വസ്തുവകകൾ വാങ്ങിച്ചതായിട്ടും കണ്ടെത്തിയിട്ടില്ല. അപ്പോ ഈ വീണ വിജയന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 3.2 കോടി രൂപ എങ്ങോട്ട് പോയി എന്നുള്ളതിന്റെ പുറത്താണ് ED ഇപ്പോൾ. ഇതിന് വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം EDക്കില്ല. പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. വെറും ഒരു ബാങ്ക് മാനേജർക്ക് കണ്ടെത്താവുന്ന നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പുറകെയാണ് ED മാസങ്ങളോളം വർഷങ്ങളോളം അലഞ്ഞു തിരിയുന്നത്. തീർച്ചയായിട്ടും ഒരു കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം വഴി ബെനിഫിഷ്യറി ആവുന്ന അല്ലെങ്കിൽ ബെനിഫിറ്റ് ആവുന്ന ബെനിഫിഷ്യറി ആരാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കുറ്റത്തിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് നടന്നെത്താൻ പറ്റും. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു, ഒരാൾ കൊല്ലപ്പെട്ടു. അയാൾ കൊല്ലപ്പെട്ടത് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായ ആളാരാണ് അല്ലെങ്കിൽ ലാഭമുണ്ടായ ആളാരാണെന്ന് കണ്ടെത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ആ കുറ്റകൃത്യത്തിലേക്ക് നടന്ന കുറ്റകൃത്യത്തിന്റെ പ്രേരണ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീണ വിജയൻ ഈ 3.2 കോടി രൂപ ആർക്കൊക്കെ കൈമാറി എന്നുള്ളത് കണ്ടുപിടിച്ചാൽ യഥാർത്ഥത്തിൽ ഈ കുറ്റത്തിലെ പ്രേരണ മനസ്സിലാവും. ഈ കുറ്റത്തിന്റെ അന്തർധാര എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ED എന്തിന് ഇത്ര ബുദ്ധിമുട്ടുന്നുണ്ട്? ED കണ്ടെത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന്, ശ്രീമതി വീണ റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു ദിവസത്തെ കാര്യം. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആർക്കൊക്കെയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഇന്ന തീയതിക്ക് ശേഷം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ക്ലിക്കിൽ തീരാവുന്ന കാര്യവും. ഇന്ന് വരെ ED അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ UDFിലെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് CJP ആണെന്ന്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ആണെന്ന് പറയാറുണ്ട്. കേരളത്തിലെ BJPക്ക് ഇതിന്റെ പുറത്ത് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. നിർമ്മലാ സീതാരാമൻ വിചാരിച്ചാൽ അറിയാന്നുള്ളതേ ഉള്ളൂ.
നമ്മുടെ വീണ റിയാസിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എങ്ങോട്ടൊക്കെ പോയത് അവരന്വേഷിക്കത്തില്ല. അപ്പോ കുറ്റകൃത്യങ്ങളുടെ കാര്യം വരുമ്പോൾ, സാമ്പത്തിക നേട്ടങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും മൂന്ന് മുന്നണികളും പൊട്ടം കളിക്കാറുണ്ട്. ഈ മൂന്ന് മുന്നണികൾക്കും അറിയാവുന്ന കാര്യം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നത് വരും. എന്തായാലും വീണ റിയാസ് എന്തൊക്കെ വിഴുങ്ങിയിട്ടുണ്ടോ അതൊക്കെ ഛർദ്ദിക്കേണ്ടി വരും എന്നുള്ളതാണ് ശ്രീ ഷോൺ ജോർജ് ഇന്നലെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. അതിന്റെ ബെനിഫിഷ്യറി വിജയനായാലും റിയാസ് ആയാലും മറ്റാരെങ്കിലും ആണെങ്കിലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന് തന്നെ ആകണം. നന്ദി.